പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ തന്നെ അത് കഴിയുമ്പോൾ സെൽ ഓഫ് വരും. അത് പ്യൂർലി ഒരു മാർക്കറ്റിന്റെ ഒരു പ്രതിഭാസമാണ്. അവർ വിൽക്കുമെന്നും തോന്നുന്നില്ല ഉടനെ. അവർ പൂർണ്ണമായിട്ട് വിൽക്കാതെ മീനിങ് ഫുൾ ആയിട്ട് ഗോൾഡ് പ്രൈസ് താഴേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. US-ഉമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് അതിനകത്തെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. അല്ല, EU ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഓപ്പണിംഗ് കിട്ടുന്ന ടെക്സ്റ്റൈൽ, ലെതർ, അങ്ങനത്തെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സെക്ടേഴ്സിൽ. നമസ്കാരം. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFSന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് DBFSന്റെ MDയും CEO ആയിട്ടുള്ള മിസ്റ്റർ പ്രിൻസ് ജോസ് സാറാണ്. സർ, വെൽക്കം. താങ്ക് യു. സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പം ഈ ഒരു വീക്ക് നോക്കുമ്പം പൊതുവെ വളരെ വോളറ്റൈൽ ആയിട്ടൊരു ഇതാണ്. അത് പെട്ടെന്ന് ഒരു പക്ഷേ റിക്കവർ ആകുന്നു എന്നൊരു ഫീല് തരുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ഇടിവുണ്ടാകുന്നു. സോ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്കൊരു ഭയങ്കര വോളറ്റൈലായിട്ട് സെന്റിമെന്റ്സ് ആണ്. മാത്രമല്ല ബജറ്റ് വരികയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ബജറ്റിന് മുൻപേ പല സെക്ടേഴ്സിലും നമുക്കൊരു റാലി എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ നോക്കുമ്പോൾ ബജറ്റിനോട് അത്ര ഒരു സെന്റിമെന്റ്സ് നിക്ഷേപം റിയാക്ട് ചെയ്യുന്നില്ല. സോ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ജാനുവരി ഇന്ത്യയിൽ തുടങ്ങിയതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമേ 2-3 ദിവസം ചെറിയൊരു റാലി കിട്ടി. പിന്നെ ഒരു കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നല്ലോ. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ അടിച്ചു. മാർക്കറ്റ് ഒരു കയറാൻ പോകുന്ന ഒരു പ്രതീതിയൊക്കെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് നിഫ്റ്റി താഴേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം. ജാനുവരി ഇപ്പൊ NTR ആയപ്പോഴത്തേക്കും നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 1 വീക്കിൽ നോക്കുമ്പോൾ ട്രെൻഡ് ആ ഫോളിങ് താഴേക്ക് വന്ന് പീക്കിൽ നിന്ന് 1400 പോയിന്റ് ഫോളോ ചെയ്തു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിലൊക്കെ ആ ഫോള് വന്ന് 25,000 താഴെ വരെ നിഫ്റ്റി വന്നതിന് ശേഷം പിന്നുള്ള മൂവ്മെന്റ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു ദിവസം 2 ദിവസം കയറും, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് താഴേക്ക്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ്. എനിക്ക് ഈ ന്യൂസ് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ന്യൂസുകളാണ് മിക്ക ദിവസങ്ങളിലും ഒന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, ന്യൂസ് ബേസ്ഡ് റിയാക്ഷൻസ്. ആ ന്യൂസുകളൊക്കെ കൂടുതലും ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ആയിരുന്നു. ഈ ആഴ്ചത്തെ തന്നെ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യമേ മാർക്കറ്റ് ആ ബോട്ടമിൽ നിന്ന് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ 2 ദിവസം റിക്കവർ ചെയ്തു. ആ റിക്കവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ട്രംപ് വന്നിട്ട് ഇറാനിൽ അറ്റാക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ മാർക്കറ്റ് താഴേക്ക്. ഇടയ്ക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പോസിറ്റീവ്, EU ആയിട്ടുള്ള ട്രേഡ് ഡീലൊക്കെ വരും, കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരുന്നെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക്. ഗ്ലോബലി തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വോളറ്റാലിറ്റിയാണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം. പ്രഷ്യസ് മെറ്റൽസ്, പ്രത്യേകിച്ച് ഗോൾഡ്, സിൽവർ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയൽ മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, അലുമിനിയം, സിങ്ക് എന്നൊക്കെ വേണ്ട, പിന്നെ അങ്ങനെ പ്രഷ്യസ് മെറ്റൽസിൽ തന്നെയുള്ള ഇതിനുമായിട്ട് പല്ലേഡിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വലിയ തോതിലുള്ള മൂവ്മെന്റ്. സിൽവറിലും ഗോൾഡിലും ഒക്കെ ഒരു ദിവസം തന്നെ 10% ഇൻട്രാഡേ മൂവ്മെന്റ്സ് ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഈ കമ്മോഡിറ്റികളൊക്കെ സാധാരണ മൂവ് ചെയ്യാറുണ്ട്, പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കയറി ഗോൾഡിന്റെ പ്രോഫിറ്റ് ടേക്കിംഗിൽ നമുക്ക് പലപ്പോഴും, പക്ഷെ ആ പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് വരുന്നതിന്റെ സൂചനകളാണ് വീക്കെൻഡിൽ കിട്ടുന്നത്. എന്നിരുന്നാലും ഒരു വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് മാർക്കറ്റിൽ കണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പം ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ വേറെ ചില കാര്യങ്ങൾ, കറൻസി മാർക്കറ്റിൽ വലിയ വ്യതിയാനങ്ങളുണ്ട്. ഇന്ത്യൻ കറൻസിയിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഗ്ലോബലി തന്നെ ഇപ്പൊ ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഗതി എല്ലാവരും ട്രാക്ക് ചെയ്യുന്ന ഒരു സംഗതി. ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഡോളർ എഗൻസ്റ്റ് ഒരു ബാസ്ക്കറ്റ് ഓഫ് യൂറോപ്യൻ കറൻസീസ്, ഗ്ലോബൽ കറൻസീസിന് അഗൻസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഡോളറിന്റെ സ്ട്രെങ്ത് വളരെയേറെ വീക്കണായി. ഒരു 100 ലെവലൊക്കെ നടന്നിരുന്ന ഡോളർ ഇൻഡെക്സ് 96ലേക്ക് പോയി. ഇപ്പൊ ഡോളർ വീക്കൺ ആകുന്നു, കമ്മോഡിറ്റീസിന്റെ എല്ലാം വില മുകളിൽ പോകുന്നു, ക്രിപ്റ്റോ അസറ്റ്സ് വീക്ക് ആകുന്നു. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ വലിയ തോതിലുള്ള സെല്ലിംഗ് ഉണ്ട്. സേഫ് ഹെവൻ ആയിട്ടുള്ള അസറ്റിലേക്ക് കൂടുതൽ ആ രീതിയിൽ ഈ ഗ്ലോബൽ ഫണ്ട് ഫ്ലോയില് വളരെയേറെ ഒരു ഡൈവർജൻസ് കണ്ട ഒരു പീരീഡാണ്. കൂട്ടത്തിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഈ തവണത്തെ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ ചില കമ്പനികൾ നന്നായി, ചില കമ്പനികൾ മോശമായി. മൊത്തത്തിൽ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ക്വാർട്ടർലി റിസൾട്ട് ആണെന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കിയപ്പോൾ തുടക്കത്തിലെ ആദ്യത്തെ 2 ക്വാർട്ടറുകൾ ട്രംപിന്റെ ഈ താരിഫ് ഇഷ്യൂവിൽ പെട്ട് നമ്മൾ വളരെയേറെ ഒന്ന് മങ്ങി. പിന്നെ ആളുകളുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഗവൺമെന്റ് ഒരു GSTയിൽ ഒരു റാഷണലൈസേഷൻ കൊണ്ടുവന്നു, അപ്പൊ Q3 നന്നായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള പ്രതീക്ഷ. ചില കമ്പനികളൊക്കെ Q3 മെച്ചപ്പെടുത്തി. പക്ഷെ Q3 ഈ പുതിയ ലേബർ കോഡൊക്കെ വന്നപ്പോഴത്തേക്കും പല കമ്പനികൾക്കും അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞാണ് കണ്ടത്. ബാങ്കിങ് മേഖലകളിലും പിന്നെ ഈ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ആക്ച്വലി മാർക്കറ്റിൽ പ്രോഫിറ്റബിലിറ്റി ബെറ്റർ ആയിട്ട് കാണിച്ചത്. ബാക്കിയുള്ള എല്ലാ ബാങ്കിങ് മേഖലയിൽ തന്നെ മിക്സ്ഡ് ആണ്.
ചില ബാങ്കുകൾ നല്ലതായപ്പോൾ ചില ബാങ്കുകൾ മോശമാണ്. PSU ബാങ്ക്സ് ഒക്കെ ഔട്ട് ആക്സിസ് പെർഫോമൻസ് ബാങ്ക് നന്നായപ്പോൾ ICICI ബാങ്ക് മോശം. അല്ല അങ്ങനെ കോട്ടക്ക് മോശമായപ്പോൾ വേറെ ചില ബാങ്കുകൾ വളരെ നന്നായിട്ട് ഫെഡറൽ ബാങ്ക് വളരെ നന്നായിട്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ഗ്രോത്ത്, അതായത് എല്ലാ കമ്പനികളും പ്രോഫിറ്റ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ Q3 ഇല്ല. അപ്പൊ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കിയപ്പോൾ ഗ്ലോബൽ ഇഷ്യൂ ഒരു സൈഡിൽ കൂടെ, അതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ഏർണിങ്സ് മിക്സ്ഡ് ആയിട്ട് വരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ കറൻസി മാർക്കറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു റൗട്ട്. ഇന്ത്യൻ കറൻസിയിലും ഉണ്ടായല്ലോ, കറൻസി റെക്കോർഡ് ലോയിൽ പോയി 92 ചെന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വന്നതാണ് മാർക്കറ്റിൽ ഈ പറഞ്ഞ കയറ്റിറക്കങ്ങൾക്കുള്ള ഒരു കാരണം, ചുരുക്കി പറഞ്ഞാൽ. സർ, ഇപ്പം കറൻസിയുടെ കേസ് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേനും ഇന്ത്യയുടെ ഇപ്പം ലേറ്റസ്റ്റ് ഈ ഒരു എക്കണോമിക് സർവേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഒക്കെ വളരെ റെസീലിയന്റ് ആണ്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഡോളർ ഇൻഡെക്സ്, സാധാരണഗതിയിൽ ഡോളർ ഇൻഡെക്സ് കയറുമ്പോൾ നമ്മുടെ രൂപയും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഏഷ്യൻ കറൻസിയിൽ ഏറ്റവും ഒരു വേഴ്സ് പെർഫോമിംഗ് കറൻസിയാണ് ഇപ്പം രൂപ എന്ന് പറയുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ 92 എന്നൊരു ലോയ്ക്കും ഒക്കെ താഴേക്ക് പോകുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. സോ രൂപയുടെ ആ ഒരു ഇടിവ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്നത്? അപ്പോൾ അതിന്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും? രൂപയുടെ ഇടിവ് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ എക്കണോമിക് സർവേയെ പറ്റി പറഞ്ഞത്. ഈ എക്കണോമിക് സർവേക്ക് ഒരു പരിധിക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എക്കണോമിക് സർവേ തെറ്റാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒരു എക്കണോമിക് സർവേ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പാർലമെന്റിൽ ഇപ്പോൾ ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഒരു സ്പീച്ച് നടത്തുമ്പോഴോ അത് എപ്പോഴും ഒരു പ്രിപ്പയർഡ് ആയിട്ട് വരുന്നൊരു ഡോക്യുമെന്റാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം, മറ്റു കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് പ്രൊജക്ട് ചെയ്യുകയും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മൂടി വെക്കുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇതിനകത്ത് എപ്പോഴും വരുന്നത്. ഈ തവണത്തെ എക്കണോമിക് എന്നും പറഞ്ഞ എക്കണോമിക് സർവേ നടത്തുന്ന ആളുകളുടെ കേപ്പബിലിറ്റിയെ പറ്റി ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. അവരൊക്കെ വളരെ എമിനന്റ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല എക്കണോമിക് അഡ്വൈസേഴ്സ് ഒക്കെ, CA എന്ന് പറയുന്ന ആളുകൾ ഇപ്പം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാ വരുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പം എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭംഗിയാണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള പിക്ചർ അങ്ങനല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ അമേരിക്ക താരിഫ് ഇൻക്രീസ് വന്നതിന് ശേഷം ചില സെക്ടേഴ്സിൽ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ട് പഴയ തോതിലുള്ള ഒരു എക്സ്പോർട്സ് ഒന്നും വരാൻ സാധിക്കും. നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് എന്താ പറയുക, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ റിയൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വരാനായിട്ട് ഒരു ടൈം എടുക്കും. അതിന്റെയൊക്കെ എല്ലാ രാജ്യങ്ങളിൽ പോയി, അതാത് രാജ്യങ്ങളിൽ പോയി അതിന്റെ പാർലമെന്റിന്റെയോ മറ്റ് അപ്രൂവൽസ് ഒക്കെ എടുത്ത്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ മിനിമം 6 മാസമെങ്കിലും എടുക്കും റിയൽ ആയിട്ട് അത് വർക്ക്ഔട്ട് ആയാലും. ഈ പീരീഡിലും ഒക്കെ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസിന്റെ എൻവയറമെന്റിന് ഈ അമേരിക്ക ഉണ്ടാക്കിയ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ നമുക്കെതിരെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ അലൈസ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലുള്ളവരും തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയ്ക്കെതിരെ വരെ ഈ പരിപാടിയാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം പലർക്കും പല രീതിയിൽ ട്രേഡിനെ അഫക്ട് ചെയ്തു, ബിസിനസ്സുകളെ അഫക്ട് ചെയ്തു. അപ്പൊ അതാണ് റിയൽ സിറ്റുവേഷൻ. ഇനി നമ്പർ 2, എക്കണോമിക് സർവേയുടെ പുറത്ത്, എക്കണോമിക് സർവേയിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയമുണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എക്കണോമിക് സർവേയുടെ പുറത്ത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ കറൻസിയെ പറ്റിയാണ്. കറൻസി ആവറേജ് ആയിട്ട് ഒരു 3-4% ഒരു വർഷം ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഇന്ത്യൻ കറൻസി എന്തുകൊണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു? 2 റീസൺ ആണ്. നമുക്ക് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ബജറ്റ്, നമ്മളൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിലും കൂടുതൽ റിസോഴ്സസ് എടുത്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും ഓരോ ബജറ്റിൽ. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ബജറ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബജറ്റ് ഡെഫിസിറ്റ് വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ ഒരു 30 വർഷത്തിന് മേളിലായിട്ട് ബജറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു സർപ്ലസ് ബജറ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മുടെ വരവിനേക്കാളും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. രണ്ടാമത് നമ്മുടെ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിലും നമുക്ക് ഡെഫിസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ നമ്മുടെ ഹിസ്റ്ററിയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഒരു മാസം $50 ബില്യൺ എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ $60 ബില്യൺ ഇമ്പോർട്ട് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മളൊരു വലിയൊരു രാജ്യം എന്നുള്ള രീതിയിൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. വലിയൊരു ഇമ്പോർട്ടർ, ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ് ക്രൂഡ് ഓയിലിന്റെ ഇന്ത്യ. രണ്ടാമത് ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്. വർഷങ്ങളായിട്ട് എല്ലാ മാസത്തെയും കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പല ഇലക്ട്രോണിക് ഗുഡ്സുകളും പല സാധനങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഇമ്പോർട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയും ഡെഫിസിറ്റ് ആണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ പതിയെ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചോർന്ന് നമ്മൾ 60, 70, 80, 90, 85 വന്നു കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് പെട്ടെന്ന് 87, 88 വന്നു. കഴിഞ്ഞ 2-3 മാസം കൊണ്ട് അത് 90 കഴിഞ്ഞ് പെട്ടെന്ന് 91, 92 വന്നു. ആദ്യം ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അയ്യോ 92 ആയിപ്പോയി, നമ്മുടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ശരിക്കും നമ്മളൊക്കെ ചില ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് അത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. എക്സ്പോർട്ട് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആവും.
എപ്പോഴും ഒരു നമ്മൾ വിചാരിക്കണം നമ്മുടെ ഇന്ത്യക്കൊക്കെ പുറത്തേക്കുള്ള ഒരു ബിസിനസ് കൂടെ വന്നാൽ മാത്രമേ ഒരു രാജ്യത്തിൽ രക്ഷപ്പെടാനൊക്കെ. അപ്പം നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം നമ്മുടെ സർവീസ് സെക്ടറിലൊക്കെ മാസീവായിട്ടുള്ള ജോബ്സ് ഒക്കെ ഈ എക്സ്പോർട്ടിംഗ് കത്തിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തത് നല്ലതാണ്. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് 92ലേക്ക് പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഇപ്പം മാറി നിൽക്കും. കാര്യം കറൻസി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവർ ആ ഇന്ത്യയിൽ വന്ന് ഇത് മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാശ് ഡിപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ അവരതെല്ലാം അത് തന്നെയല്ല, തിരിച്ചാണ് അവർ തിങ്ക് ചെയ്യുന്നത്. മാക്സിമം ഇവിടെ നിന്ന് വിറ്റിട്ട് കാശ് പുറത്തേക്ക് കൊണ്ടുപോയാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാൽ അത്രയും കുറഞ്ഞ ഡിപ്രീസിയേഷൻ്റെ ആ എഫക്റ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഇതാണ് ആക്ച്വലി കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഇടയ്ക്ക് കയറി എന്ന് പറയുമ്പോഴും ഇൻഡെക്സ് ഓൾ ടൈം ഹൈ അടിച്ചെന്ന് പറയുമ്പോഴും അപ്പോഴും FIS സെല്ലിംഗ്. അവർ FIS മാത്രമല്ല, ഇന്ത്യയിലെ നേരത്തെ പ്രൈവറ്റ് ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പല കമ്പനിയിൽ അൺലിസ്റ്റഡ്. അവരൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ IPO വഴിയോ അല്ലാതെയൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് ആ കാശെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ പിന്നെയും കറൻസിയിൽ പ്രഷറാവും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സെറ്റ് ഓഫ് റിഫോംസ് കൂടെ കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ഒത്തിരി ആളുണ്ട്. ഞാൻ ആ കൂട്ടത്തിലാണ്. ഇപ്പം പല റിഫോംസ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം GSTയെ സംബന്ധിച്ചൊരു നല്ല റിഫോം കൊണ്ടുവന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇപ്പം ലേബർ റിഫോംസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷെ വളരെയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് നമുക്ക്. ഇന്റർനാഷണലി ഒക്കെ ഈ ക്യാപിറ്റൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിനാറിയോയിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ കമ്പനികൾ നല്ലതാണ്, ഇവിടുത്തെ മാർക്കറ്റ് നല്ലതാണ്, ഇവിടുത്തെ എക്കണോമി നല്ലതാണ്, ബിസിനസ് നല്ലതാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുകയും കറൻസി സ്റ്റേബിൾ ആണെന്ന് വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വരുത്തുന്നത്. ഡൊമസ്റ്റിക് എക്കണോമിയിലെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇഷ്ടംപോലെ കാശ് സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലാതെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ എക്കണോമിക്ക് ശരിക്കും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിൻ മണിയും വരണം, കൂട്ടത്തിൽ നമുക്ക് ബിസിനസ്സും പിക്കപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഈ ബജറ്റിൽ ഉള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ നെഗറ്റീവ് തോട്ടൊന്നും ഇല്ല. പിന്നെ വളരെ പെട്ടെന്ന് ഡിപ്രീഷിയേറ്റ് ചെയ്താൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ 92 വന്നതുകൊണ്ട് ചിലപ്പം നല്ല പോളിസി ഒക്കെ വരികയാണെങ്കിൽ 91 വരെയൊക്കെ തിരിച്ചു കയറാമായിരിക്കും. എന്തായാലും അടുത്ത വർഷം വീണ്ടും അത് 92 വിട്ട് 93ലേക്ക് പോകും. സാർ, ഇപ്പം നമ്മൾ ഈ ഒരു കറൻസി ഡിപ്രീസിയേഷന്റെ കാര്യം പറഞ്ഞപ്പം നമ്മുടെ കമോഡിറ്റി, അതായത് പ്രത്യേകിച്ചും ഗോൾഡിന്റെ ഒരു ഇമ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ഇപ്പം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് സെന്റിമെന്റ്സ് ആയിട്ട് കാണുന്ന ഒരു അസറ്റ് കൂടിയാണ്. സോ ഇപ്പം ഈ ഒരു ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വാല്യൂ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ബജറ്റിലും നമ്മുടെ CAD-ലും അടക്കം ഉണ്ടാവും. സോ ഗോൾഡിന്റെ ഈ ഒരു ഇമ്പോർട്ട് കുറയ്ക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പോളിസി ചേഞ്ച് ഈ ഒരു ബജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, ഈ ഗോൾഡിന്റെയും പ്രഷ്യസ് മെറ്റൽസിന്റെയും ഒക്കെ മാർക്കറ്റിൽ ഈ തവണ ഉണ്ടായ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്ന ഒരു രീതിയിലല്ല. ഇതിനു മുമ്പും ഗോൾഡിന്റെ പ്രൈസ് ഇപ്പം ഞാനൊരു $200 ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഒരു വർഷം എനിക്ക് തോന്നുന്നു 2005-ലോ 2006-ലോ കണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് ഇതുപോലെ നമ്മുടെ മൊത്തത്തിൽ ഒരു കമ്മോഡിറ്റി മാർക്കറ്റ് റാലി വന്നിട്ട് $200-300 ഇന്ന് ഗോൾഡ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് $1000-1200 വരെ ഒറ്റയടിക്ക് കയറി. എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ട് ഒരു 3 ഇരട്ടിയായിട്ട് ഗോൾഡ് പ്രൈസ് കയറി ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ ഗോൾഡ് ട്രാക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്കറിയാം സാധാരണ ഒരു വർഷം ഒരു 8%, 10% ഒക്കെ ഗ്രോ ചെയ്യും. ചില വർഷങ്ങളിൽ 2% ഗ്രോ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇതിപ്പം എന്താണ് സംഭവം? കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് ആക്ച്വൽ ഗോൾഡിലും സിൽവറിലും ഒക്കെ 100%, അതായത് 156%, 160% ആണ് ഗോൾഡ് പ്രൈസ് മൂവ് ചെയ്തത് 3 വർഷം കൊണ്ട്. അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെന്റാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ട്രഡീഷണൽ ആയിട്ട് ഗോൾഡ് വാങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ സെൻട്രൽ ബാങ്കുകളും ഗവൺമെന്റുകളും ഒക്കെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് വാങ്ങും, കുറച്ചൊക്കെ. പക്ഷെ കൂടുതലും അത് വാങ്ങിയിരുന്നത് ഹൗസ് ഹോൾഡ് ആളുകൾ ഓർണമെന്റ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനും കുറച്ച് ഇൻവെസ്റ്റ്മെന്റുമായിട്ടാണ് വാങ്ങിയിരുന്നത്. ഇപ്പൊ ആ സിറ്റുവേഷനിൽ നിന്ന് ഗോൾഡ് വാങ്ങിയ ഈ റാലിയിൽ ഗോൾഡിന്റെ മേജർ ബയേഴ്സ് എന്ന് പറഞ്ഞത് എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകളാണ്. അവർ ഈ അമേരിക്കൻ ഡെറ്റ് എല്ലാ കാലത്തും ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ലോകത്തുള്ള ഇപ്പൊ ഇന്ത്യൻ റിസർവ് ബാങ്ക് തന്നെ അവരുടെ റിസർവ്സ് $700 ബില്യൺ റിസർവ് ഉണ്ട്. അതിന്റെ ഒരു മേജർ പോർഷൻ അമേരിക്കൻ ഡെറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. ഇതാണ് ചൈന അങ്ങനെയാണ് ചെയ്തുകൊണ്ട്, ജപ്പാനും അങ്ങനെയാണ് ചെയ്തുകൊണ്ട്, ജർമ്മനിയും അങ്ങനെയാണ് ചെയ്തുകൊണ്ട്. അപ്പൊ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ഡെറ്റ് എപ്പോഴും അത് നല്ലൊരു സ്റ്റേബിൾ കൺട്രി എന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ ഡെറ്റിൽ നിന്ന് വിറ്റിട്ട് അവർ മറ്റ് അസറ്റ്സിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് റഷ്യയുമായിട്ടൊക്കെയുള്ള അമേരിക്കയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ റഷ്യൻ അസറ്റ്സ് ഒക്കെ അമേരിക്ക കയറി യൂണിലാറ്ററലായിട്ട് ഫ്രീസ് ചെയ്തു. റഷ്യയുടെ ഡെപ്പോസിറ്റുകളും ഗോൾഡ് റിസർവ്സും ഒക്കെ ഫ്രീസ് ചെയ്തപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഒരു പേടിയായി. ഈ അമേരിക്കക്കാരുടെ ഈ കാശൊക്കെ കൊണ്ടേ കൊടുത്ത് അവർ തിരിച്ചു തന്നില്ലെങ്കിൽ എന്താകും, അല്ലെ അവര് നമ്മുടെ അസറ്റ്സ് ഫ്രീസ് ചെയ്യും. അപ്പോൾ പതിയെ ഓരോരുത്തർ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. ചൈനയാണ് ഏറ്റവും മുന്നിൽ നിന്ന് ചെയ്തത്. പിന്നീട് എല്ലാ രാജ്യങ്ങളും അത് ചെയ്തു. ഇപ്പൊ ശരിക്കുമുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന പണം മുഴുവൻ ഡിപ്ലോയ് ചെയ്തേക്കുന്നത് ഗോൾഡിലേക്കാണ്.
ഗോൾഡും പ്രഷ്യസ് മെറ്റൽസിലും. അതാണ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു റാലി ഉണ്ടാകുകയും ആ റാലി ഉണ്ടായതിനു ശേഷം അത് താഴേക്ക് വരാതെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും ഈ റാലി സ്റ്റാർട്ട് ചെയ്ത് ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയെ പോയവരും ETF കൂടെ ഇൻവെസ്റ്റ് ചെയ്തവരും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഇപ്പോൾ പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരും എല്ലാവരും ഇതിലേക്ക് കയറി. അങ്ങനെ അതൊരു പാരാബോളിക് റൈസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി ഗോൾഡ് പ്രൈസ്. ഇപ്പൊ വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാലും. എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഗോൾഡ് എവിടം വരെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചല്ലോ, ഗോൾഡ് എവിടം വരെയൊക്കെ പറയാതെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ $4,600 ഇന്റർനാഷണൽ മാർക്കറ്റ്. അപ്പം ആങ്കർ എന്നോട് ചോദിച്ചു, അരുൺ ചോദിച്ചു 5000 അടിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിനാ 5000 ആവുന്നത്, 5000 6000 അടിക്കാതെ. ഈ ആഴ്ച ഇപ്പം 3-4 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ തന്നെ $5,600 വരെ വന്നു. എന്നിട്ടാണ് ഇപ്പൊ ഒരു കറക്ഷന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഒരു ഹൈലി വോളറ്റൈലാണ്, നമുക്ക് അപ്സൈഡ് എവിടം വരെ പോകുന്നൊന്നും പറയാനൊക്കത്തില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ലെവലിലൊക്കെ എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട്, ഇത്ര ഇത് വന്നതുകൊണ്ട്. പക്ഷെ ഗോൾഡിൽ ഈ സെൻട്രൽ ബാങ്കുകൾ വിൽക്കാതെ, അവര് വിൽക്കുമെന്നും തോന്നുന്നില്ല ഉടനെ, അവര് പൂർണ്ണമായിട്ട് വിൽക്കാതെ മീനിങ് ഫുൾ ആയിട്ട് ഗോൾഡ് പ്രൈസ് താഴേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പൊ. പക്ഷെ അവർ വിൽക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് അസറ്റിലൊക്കെ ഓപ്പർച്യൂണിറ്റി വരികയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവർ വിൽക്കും. ഇപ്പോഴത്തെ ഈ ട്രേഡും ഈ കാര്യങ്ങളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെ സാർ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇൻഡയറക്ട്ലി ട്രംപിനുള്ള ഒരു പണി തന്നെയാണ്. ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളും ഗ്ലോബൽ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു ഫിയർ ഫാക്ടർ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ആളുകൾ ഇങ്ങനെയുള്ള സമയത്താണ് കൂടുതലും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ പോകുന്നത്. സാർ, ഇനി അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം ബജറ്റ് ഇപ്പൊ വരാനിരിക്കുകയാണ്. ബജറ്റിലൂടെ വരുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് ക്യാപെക്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെയുള്ള ഫേസിൽ ഇപ്പം ഈ ഒരു ക്യാപെക്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ഒറ്റ നോട്ടത്തിൽ ബെനിഫിറ്റ് ആകാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയായിരിക്കും? അല്ല, ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ക്യാപെക്സ് ആണ് ബജറ്റ് കൂടി വരുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളുള്ള ഗവൺമെന്റ് ക്യാപെക്സ് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിലും പിന്നെ മറ്റു മേഖലകളിലുണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസിലൊക്കെ കുറച്ചുണ്ടാകും. അപ്പൊ ഈ വർഷത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ടാക്സ് കളക്ഷൻ കുറവാണ്, പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. എക്സ്പെൻഡിച്ചർ ആണ് കൂടുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വലിയൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല അധികം എമൗണ്ട് ക്യാപെക്സിലേക്ക് വരുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗവൺമെന്റ് സ്ഥിരമായിട്ട് സാലറീസ്, പെൻഷൻസ്, അങ്ങനത്തെ പല പല ഹെഡ് ഉണ്ട്. ഈ വർഷം ഒരു വേജ് റിവിഷനോടെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇനിയും കൂടാനുള്ള ചാൻസ് ആവും. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് ഗവൺമെന്റ് ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ക്യാപെക്സ് ഒത്തിരി കൂടാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഗവൺമെന്റിന്റെ ക്യാപെക്സിൽ വിതിൻ ദാറ്റ് ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിനായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ ഉള്ള ഒരു വ്യൂ. കാര്യം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പാകിസ്ഥാനുമായിട്ടുള്ള വാറൊക്കെ ഉണ്ടാവുകയും അപ്പൊ നമ്മുടെ മിലിറ്ററിയിൽ ഒരു ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ കൂടെ ഇന്ത്യയിൽ തന്നെ മിസൈൽസും ഡ്രോൺസും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു രീതിയാണ് ഈ ഗവൺമെന്റ് ഫോളോ ചെയ്തത്. വളരെ വിജയകരമായിട്ട് വന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് കൺക്ലൂഷൻ. അത് ഇപ്പോഴാണെങ്കിൽ അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യാനും ഡിമാൻഡ് ഉണ്ടെന്നുള്ളത്. പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് നമ്മുടെ എക്യുപ്മെന്റ്സ്. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലോ കോസ്റ്റ് എക്യുപ്മെന്റ്സ് ഉണ്ടാകും. പല സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല കമ്പനികളും നല്ല ടേൺ ഓവറും നല്ല റിസൾട്ടുകളും വന്നിട്ടുണ്ട് ഡിഫൻസ് കമ്പനി. അത് ഷിപ്പ് ബിൽഡേഴ്സ് തൊട്ട് ഈ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്, മിസൈൽസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അങ്ങനെ ഗൺസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഒത്തിരി കമ്പനികളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്. ആ കമ്പനികൾക്ക് അവർക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ആ സെക്ടറിലേക്ക് ഒരു ഹയർ അലോക്കേഷൻ വരും. ഗവൺമെന്റിന്റെ തന്നെ കുറെ കമ്പനികൾ അതിനകത്തുണ്ട്, HAL പോലെയൊക്കെയുള്ള ആ കമ്പനികൾക്കൊക്കെ ചിലപ്പോൾ ഹയർ എമൗണ്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, പ്ലെയിനൊക്കെ ഉണ്ടാക്കാനായിട്ടും മറ്റുമൊക്കെ. അപ്പൊ അത് ഒരു ക്ലിയർ ബെനിഫിഷ്യറി ആണ്. പിന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ക്യാപെക്സിനേക്കാളും കൂടുതലായിട്ട് പ്രൈവറ്റ് ക്യാപെക്സ് വന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാതിയായിട്ട് പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനികളുടെ കാശുള്ളവർ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ബജറ്റ് ചിലപ്പോൾ നല്ലൊരു ബജറ്റായിട്ട് വേണേൽ വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഇപ്പം ഈ ഒരു ഇനബിലിറ്റി ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് വേണമെങ്കിൽ തിങ്ക് ചെയ്യാണ് കുറച്ചുകൂടെ പ്രൈവറ്റ് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും സ്കീമുണ്ട്. കഴിഞ്ഞ വർഷം ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്നൊരു സ്കീം കൊണ്ടുവന്നു. ഈ PLI സ്കീം കുറച്ചൊക്കെ വിജയിച്ചു. മൊബൈൽ ഫോൺസ് ഒക്കെ ധാരാളം ഇന്ത്യയിൽ ഉണ്ടാക്കി, ആപ്പിൾ ഫോൺ അടക്കം ഇന്ത്യയിൽ ഉണ്ടാക്കി പുറത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. കുറെ കമ്പനികളൊക്കെ അതിന്റെ ബെനിഫിറ്റ് എടുക്കുകയും ചെയ്തു, പുതിയ കപ്പാസിറ്റീസ് അവർ ബിൽഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് ഒരു കാര്യം പ്രധാനമായിട്ട് നോക്കണം, ഈ AI സ്റ്റോറിയിൽ ഇന്ത്യ വളരെ പുറകിലാണെന്നുള്ള ഒരു പൊതുവെ ഒരു വിമർശനം ഉള്ളതുകൊണ്ട് അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടതായതുകൊണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പ്രൈവറ്റ് കമ്പനികൾ AI ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഗവൺമെന്റ് തന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കീം വരാനുള്ള ചാൻസ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൈവറ്റ് ക്യാപെക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിഫോം കൊണ്ടുവരും.
രണ്ട്, ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഈ ഡിഫൻസിലും എയിലേക്കും ഒക്കെ ഇന്ന് അലോക്കേഷൻ കൂടണം. മറ്റ് സെക്ടേഴ്സിനൊക്കെ പൊതുവെ കാര്യമായിട്ടുള്ളതൊന്നും വരാൻ ചാൻസ് ഇല്ല, കാര്യം അതിനുള്ള റിസോഴ്സസ് ഇല്ല ഗവൺമെന്റ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഡെഫിസിറ്റ് ഇച്ചിരി കൂടി നിൽക്കാനും ചാൻസ്. ബജറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് ഇത്തവണ നിൽക്കുന്നത്. പിന്നെ ഞായറാഴ്ച അവതരിപ്പിച്ച് കഴിയുമ്പോൾ അറിയാം ഇത് മാർക്കറ്റ് റിയാക്ഷൻ എന്താണെന്ന്. ചിലപ്പോൾ നമ്മൾ ഡിഫൻസിന്റെ കേസ് പറഞ്ഞു. അപ്പം ഈ ഒരു കഴിഞ്ഞ വീക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ഡിഫൻസ് ഓഹരികൾക്ക് വല്ലാത്തൊരു സ്പൈക്ക് കാണുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പൊ സാധാരണക്കാരെ നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് അലോക്കേഷൻ വരും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ളൊരു സാധ്യത വളരെയൊക്കെ ഉള്ളു. അതായത് ലോയിൽ നിന്ന് അവിടെ നിന്നാണ് ഒരു ബൗൺസ് ബാക്ക് നടത്തുന്നത്. അപ്പം അത്തരം പ്രേക്ഷകരോടുള്ള താങ്കളുടെ ഒരു സജഷൻ എന്തായിരിക്കും? അതൊരു ട്രേഡിംഗ് മെന്റാലിറ്റിയിലെ കാണുന്നവർക്കാണ് ഈ ബജറ്റിന് മുന്നിൽ കുറെ സ്റ്റോക്കുകൾ വാങ്ങുക, ബജറ്റ് കഴിയും. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഈ ബജറ്റുള്ള ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്, ബജറ്റിന് മുന്നിൽ കുറെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബജറ്റിൽ ഈവൻ അലോക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ തന്നെ അത് കഴിയുമ്പോൾ സെൽ ഓഫ് വരും. അത് പ്യൂർലി ഒരു മാർക്കറ്റിന്റെ ഒരു പ്രതിഭാസമാണ്. കാര്യം കുറെ ആളുകൾ മാർക്കറ്റിൽ എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. ആക്ച്വലി ആ ന്യൂസ് പുറത്ത് വന്നതോടെ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പിന്നെ അത് താഴേക്ക് വരും. ശരിക്കും ന്യൂസ് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വർഷത്തെ ബജറ്റിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഒരു പ്രത്യേക തരത്തിൽ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടും മാർക്കറ്റ് ഒരു ഹൈയിൽ പോയിട്ടും പോർട്ട്ഫോളിയോസ് പോസിറ്റീവ് ആകാതെ വന്നതുകൊണ്ടും മാർക്കറ്റിൽ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകത്തുകൊണ്ടും ആളുകൾ കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അറ്റ് ദ സെയിം ടൈം ബജറ്റിനായിട്ട് ആളുകൾ പുതിയതായിട്ട് അധികം ഒന്നും വാങ്ങിക്കൂട്ടിയിട്ടില്ല. അതൊരു കണക്കിന് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു മുമ്പേ പറഞ്ഞ ആക്ച്വലി ബജറ്റ് നല്ലതാണെങ്കിൽ പോലും ഒരു സെൽ ഓഫ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻ അതുകൊണ്ട് ടെമ്പററി ആയിട്ട് ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ ബജറ്റ് മോശമാണെങ്കിൽ എന്താണ് സെൽ ഓഫ് ഉണ്ടാവും മാർക്കറ്റിൽ. കുറച്ച് ആളുകളിലും കുറച്ചു പേരിലും പ്രതീക്ഷയിൽ എന്തെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇൻ ജനറൽ എനിക്ക് തോന്നുന്നത് ഈ സാധാരണ ഉള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ബിൽഡപ്പ് കുറവാണ്. കാരണം മാർക്കറ്റിലുള്ളവർക്ക് തന്നെ ഒരു ധാരണയുണ്ട് ഇത്രയും ടഫായിട്ടുള്ള എൻവയറമെന്റ് നിൽക്കുന്നു, ഗ്ലോബലി താരിഫ് ഇഷ്യൂസ് നിൽക്കുന്നു, കൂട്ടത്തിൽ പല രീതിയിൽ കമ്പനികളുടെ പെർഫോമൻസ് ഒക്കെ അത്ര ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടമാനം ബജറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്കുകൾ പിടിച്ചാൽ ജയിക്കുന്നു. പിന്നെ ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് ഇത്ര വോളറ്റാലിറ്റി കൂടുതലാണ്. ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു 1 year ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ അത്രയും മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 5 yearsലേക്കുള്ള ഒരു വ്യൂ എടുത്തിട്ട് ഡിഫൻസ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ശരിക്കും അതിനകത്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഉള്ള നല്ല കമ്പനികൾ BEL, ഭാരത് ഡൈനാമിക്സ്, അതുപോലെ HAL, അങ്ങനത്തെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. സോളാർ ഇൻഡസ്ട്രീസ്, ഒത്തിരി നല്ല നല്ല കമ്പനികളുണ്ട് ഡിഫൻസ് സെക്ടർ. ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു 5 year വ്യൂവിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഡബിൾ ചെയ്യാനുള്ള ചാൻസ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വേണ്ടിയിട്ട് അതിൽ ആ രീതിയിൽ നമ്മൾ പ്ലേ ചെയ്യാന്നല്ലാതെ പെട്ടെന്ന് ഈ ന്യൂസ് കേട്ട ഉടനെ മേടിക്കാം 2 ദിവസം കൊണ്ട് ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ ട്രേഡിംഗ് സ്കിൽ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡിഫൻസ് സ്റ്റോക്കിൽ ഇത്ര പാടാണ്. ചിലപ്പം ലാസ്റ്റ് വീക്ക് ഒക്കെ നോക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നിന്നിരുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു FTA ആയിരുന്നു. അപ്പം ഒരുപാട്, അതായത് ആ ഒരു ന്യൂസ് വന്നതിന് പുറത്ത് ഒരുപാട് പർട്ടിക്കുലർ സ്റ്റോക്സിന് നമുക്ക് വല്ലാത്തൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ചിലത് ഇറങ്ങുകയും ചെയ്യും. ഇപ്പം നമുക്ക് കിറ്റക്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന സ്റ്റോക്സ് ആണ്. അപ്പം ഈ ഒരു സെക്ടർ വരുമ്പോഴത്തേക്കും ശരിക്കും ഇത് സൈൻ ചെയ്തിട്ടില്ല, ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. ഈ സൈൻ ചെയ്യുന്നതിന് മുമ്പാണ് ഇത്തരം ഒരു സ്പൈക്ക് വരികയാണ്. അപ്പം ഈ ഇത്തരം ഒരു സ്പൈക്കിൽ എങ്ങനെയായിരിക്കണം ഒരു നിക്ഷേപകൻ ശരിക്കും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്? അല്ല, ഒന്നാമത് ഈ ഫ്രീ ട്രേഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ വർഷം 10-30 വർഷങ്ങളായിട്ട് ലോകത്തെല്ലായിടത്തും ട്രേഡിനെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ WTOയുടെ മോഡലിലാണ് എല്ലാവരും ട്രേഡ് ചെയ്തത്. അപ്പോൾ ഒരു രാജ്യത്തിന് ചുമ്മാ കയറി ടാക്സ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ട്രംപ് വന്ന് ഈ താരിഫ് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിലൊക്കെ ഇടാൻ തുടങ്ങിയതോടുകൂടി ആ WTO എന്നുള്ള കൺസെപ്റ്റ് ഇപ്പൊ അതിനൊരു റെലവൻസ് ഇല്ലാതായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റെലവൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് WTO വിട്ടിട്ട് ഫ്രീ ട്രേഡിലാണ്. അപ്പൊ ഇന്ത്യ ഇപ്പൊ ഒമാനുമായിട്ട്, ന്യൂസിലൻഡുമായിട്ട്, UAEയുമായിട്ട്, അങ്ങനെ UK-യുമായിട്ട്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒക്കെ നമ്മളിപ്പോ ചെയ്തു. ഇപ്പൊ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെ ഒരു റെലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ കുറെ നല്ല GDP വൈസ് ആയിട്ട് കുറച്ച് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള കുറെ രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പോലെയുള്ള കുറേയേറെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. അവിടുത്തെ പാർലമെന്റുകളിലെല്ലാം തന്നെ അല്ലാതെ ഈ ഇത് അപ്രൂവ് ചെയ്ത് വരണം. പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ അവരെല്ലാം ഇതിന് സപ്പോർട്ടീവാണ്. കാരണം ഇപ്പം US-ഉമായിട്ടുള്ള ഡീലിൽ അവരും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പം അവർ ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് വന്നു. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റുമാണ്. അവർക്കും ബെനിഫിഷ്യമാണ്, നമുക്കും ബെനിഫിഷ്യമാണ്. ഈ സ്റ്റോക്കിന്റെ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾക്കൊക്കെ ഫേവറബിൾ ആണ്. കാര്യം വലിയൊരു മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് ചില ഇപ്പോൾ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾക്ക് കുറച്ച് നെഗറ്റീവായിട്ടാണ് അത് വന്നത്. കാരണം ഇങ്ങോട്ട് കണ്ടമാനം ഇങ്ങോട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു മിക്സ് റിയാക്ഷൻ വന്നത്. പിന്നെ എന്താണെങ്കിലും US-നെ പോലെ ഒരു വലിയ മാർക്കറ്റ് അല്ല യൂറോപ്പ്. അതുകൊണ്ട് US-ഉമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് അതിനകത്തെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. അതിങ്ങനെ എലൂസീവായിട്ട് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞ ദീപാവലിക്ക് വരുമെന്ന് പറഞ്ഞു, പിന്നെ ക്രിസ്മസിന് വരുമെന്ന് പറഞ്ഞു, ന്യൂ ഇയറിന് വരുമെന്ന് പറഞ്ഞു, ഇപ്പൊ ജനുവരി 31 മുമ്പ് വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് നടക്കുന്നില്ല.
അതുകൊണ്ട് ആ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നാൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉം. എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആകുള്ളൂ. ഇന്ത്യ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുമായിട്ടുള്ള താരിഫ് മുന്നോട്ട് ഈ രീതിയിൽ പോയാൽ പോലും എങ്ങനെയും ബിസിനസ് മറ്റു രാജ്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാവോ എന്നുള്ളതാണ് ഇന്ത്യ ട്രൈ ചെയ്തത്. ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളും ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇതൊക്കെ 10-20 വർഷമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഉറപ്പായിട്ട് ഇത് സൈൻ ആവും. കാര്യം ഇതിന്റെ ബേസിക് വർക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ആയി. അത് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ രാജ്യങ്ങളിലെ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രി അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞ വല്ല ഇഷ്യൂസ് പൊക്കി പിടിച്ചോണ്ട് വരുമോന്ന് എനിക്ക് അറിയാനൊക്കത്തില്ല. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇലക്ഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഈ ബജറ്റിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ 2-3 സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്നുണ്ട്. തമിഴ്നാട് ഉണ്ട്, കേരള ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റുകളാണ്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഇതെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടിയാണ്. ആ ഒരു പാർട്ടിയുടെ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുമായിരിക്കും ബജറ്റിൽ. പക്ഷേ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലും ചില ദോഷങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകാം. ചില ഫാർമേഴ്സിനൊക്കെ ചില സ്ഥലങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ പൊക്കി പിടിച്ച് വലിയൊരു ഇഷ്യൂ ആയി വരാതെ നിൽക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കും. ഇവിടെ മാത്രമല്ല വെളിയിലുള്ള പൊളിറ്റീഷ്യൻസ് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എനിക്ക് തോന്നുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കാര്യം ഒരു ചെറിയ രാജ്യവുമായിട്ട് നമ്മൾ സൈൻ ചെയ്യുന്ന പോലെയല്ല. ലോകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GDP സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. US കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് യൂറോപ്യൻ യൂണിയൻ. ചൈനയെക്കാളും മുകളിലാണ് ഇവരെല്ലാവരും കൂടെ കൂടി. ഒറ്റക്കൊറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ കൂടി. അപ്പൊ അത്രയും വലിയൊരു GDP ഉള്ള ഒരു ഏരിയയുമായിട്ടും പോപ്പുലേഷൻ വൈസ് ഇന്ത്യയിൽ ഇപ്പോൾ അറിയാലോ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അവിടെ യൂറോപ്പില് എല്ലാവരും കൂടെ ഇന്ത്യയുടെ പകുതി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓട്ടോറിറ്റീസ് എന്തായാലും അത്രയും വലിയൊരു പോപ്പുലേഷനും ഉണ്ട്. 200 crores മുകളിൽ പോപ്പുലേഷനും ഉണ്ട്. അതുപോലെ ഇത്രയും $25 trillion GDP ഉള്ള രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നേക്കുന്നത്. സോ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കുറേയേറെ കമ്പനികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് ഇത് ശരിക്കും പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും. സർ, അതിൽ നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം, മാർക്കറ്റ് ഇൻസൈറ്റ് DBFSലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് പോൾ എന്നാണ്. ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കണം. പോൾ പറയൂ. പ്രിൻസ് ആണ്. എനിക്ക് എന്റെ 2000 സുന്ദരം ഫാസ്റ്റനേഴ്സിന് ഷെയർ ഉണ്ട്. അതെനിക്ക് ഒറിജിനൽ അലോട്ട്മെന്റ് 50 ഷെയർ കിട്ടി. അതിനുശേഷം ബോണസും പിന്നെ സ്പ്ലിറ്റും റേറ്റും ഒക്കെ ആയിട്ട് കിട്ടിയതാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇപ്പൊ അന്ന് 1400 വരെ വന്ന് ഇപ്പൊ 900 സംതിങ് ആണ് വരുന്നത്. അപ്പൊ അത് ഹോൾഡ് ചെയ്യണോ, അത് വിട്ട് അത് ചേഞ്ച് സ്വിച്ച് ചെയ്തിട്ട് വേറെ പോണോ, അത് റിട്ടേൺ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ലോങ് ടേം ആണ്, അത്യാവശ്യത്തിനുള്ളതില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ ഈ സുന്ദര ഫാസ്റ്റനേഴ്സിന്റെ ഷെയർ മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, വേറെ ഷെയറിന്റെ ഉണ്ട് എന്റെ വേറെ ഉള്ളതുകൊണ്ട് ലോങ് ടേം ആയതുകൊണ്ട് കയ്യിലിരിക്കുന്നതുകൊണ്ട് സംശയിക്കണം. അല്ല, അത് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒരു സംശയത്തിന്റെ ഒരു ആവശ്യമില്ല. കാര്യം അതൊരു കമ്പാരിറ്റീവ്ലി ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഒരു കമ്പനി തന്നെയാണ്. വളരെ മികച്ച രീതിയിലാണ് ആ കമ്പനി വർഷങ്ങളായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. താങ്കൾക്ക് ഡിവിഡൻഡും മറ്റു രീതിയിലുള്ള ബെനിഫിറ്റും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസസ് ഇടയ്ക്ക് ഒന്ന് ഹയർ ലെവലിലേക്ക് 1460 അങ്ങനെ അങ്ങയുടെ ലെവലിലൊക്കെ പോയിരുന്നു ഇടയ്ക്ക്. അതെ, അവിടെ നിന്നാണ് ഇപ്പോൾ താഴേക്ക് വന്നേക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കാരണം ഈ പൊതുവെ ഓട്ടോ കമ്പോണൻറ്റ് സെക്ടേഴ്സിലൊന്നും ഓട്ടോമൊബൈലിലെ ചില ലീഡിങ് സ്റ്റോക്കുകൾ മാരുതി M&M പോലെയുള്ള അശോക് ലേലൻഡ് പോലെയുള്ള സ്റ്റോക്കുകൾ കയറിയെങ്കിലും ഈ സെക്ടറിൽ മൊത്തത്തിൽ അത്ര വലിയൊരു കയറ്റം കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടില്ല. ഓട്ടോ ആൻസിലറി കമ്പനികളിൽ ഇപ്പോൾ ഭാരത് ഫോർജ് പോലെയുള്ളതോ അല്ലെങ്കിൽ മദർസൺ പോലെയുള്ള കമ്പനികളോ അല്ലെങ്കിൽ സുന്ദരം ഫാസ്റ്റനേഴ്സ്, ഇതൊക്കെ കുറച്ച് ആക്ച്വലി താഴുകയാണ് ചെയ്തേക്കുന്നത് അവരുടെ ബിസിനസ്. കാര്യം ഈ ഇൻഡസ്ട്രിയിൽ പൊതുവേ ഒരു ചെറിയൊരു ഡൾനെസ് ഓട്ടോ ആൻസിലറി ഇൻഡസ്ട്രിയിൽ ഉണ്ടായി. പിന്നെ ടെക്നോളജിയൊക്കെ മാറി വരുന്നു, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നു, പല കാര്യങ്ങളൊക്കെ വന്നിട്ട് പൊതുവേ ഒരു ഡള്ളായിട്ടുള്ള ഒരു മാർക്കറ്റ് വന്നപ്പം ഈ മിഡ് ക്യാപ്പ് ഓഹരികളുടെ ഒരു സെല്ലിങ് വന്നപ്പോഴാണ് ഈ സുന്ദരം ഫാസ്റ്റനേഴ്സ് ഇപ്പോൾ താഴേക്ക് വന്നത്. ഫണ്ടമെന്റൽ റീസൺസ് ഒന്നും ഞാൻ കഴിഞ്ഞ റിസൾട്ട് ഈ ലാസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് കണ്ടിട്ടില്ല. അതിന് മുമ്പത്തെ റിസൾട്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് താങ്കൾ ഇത്രയും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്യേണ്ടത്, അല്ലാതെ വിറ്റ് കളയേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിപ്പോൾ വേറെ സ്റ്റോക്കുകൾ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തൊരു പോർട്ട്ഫോളിയോ പോലെ കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് മറ്റെന്തൊക്കെ സ്റ്റോക്കുകളാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വെയിറ്റേജ് എന്താണ്, മൊത്തത്തിലൊരു പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നതാണോ, വേറെ എന്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണോ എന്നുള്ളത് അങ്ങനെ ആലോചിക്കാവുന്നല്ലാതെ ഇൻഡിവിജ്വലി ഈ സ്റ്റോക്കിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ താങ്കളുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് താങ്കൾ അത് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് അറിയാനായിട്ടായിരുന്നു. അതിന് ഞാൻ താന്നു പോകുന്നോണ്ട് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാറിന് നല്ല മെച്ചമുണ്ടോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്? മെച്ചമുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ഒരു ബജറ്റ് വരുന്നുണ്ട്. നല്ല ബജറ്റ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ബൈ.
ഏതായാലും സർ ഇപ്പൊ പ്രേക്ഷകരെയൊക്കെ സംബന്ധിച്ച് അവരുടെയൊക്കെ പോർട്ട്ഫോളിയോയെ സംബന്ധിച്ചും പല പർട്ടിക്കുലർ സ്റ്റോക്സും ഒക്കെ ഇടിവി നിൽക്കുന്ന ഒരു സമയമാണ്. സർ അതിനോടൊപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന EU ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം പ്രൈമറി നോക്കുമ്പം ആദ്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്ന സെക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? അല്ല, EU ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഓപ്പണിംഗ് കിട്ടുന്നത് ടെക്സ്റ്റൈൽ, ലെതർ, അങ്ങനത്തെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ സെക്ടേഴ്സിന്. പിന്നെ ഇന്ത്യയുടെ ഒരു ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ചില സെക്ടേഴ്സിനും ഈ യൂറോപ്പിലെ ലേബർ ഷോർട്ടേജ് ഉണ്ട് പൊതുവേ. ഇപ്പൊ ചില ഇൻഡസ്ട്രീസ് ഒന്നും യൂറോപ്പ് മാനുഫാക്ചർ ചെയ്യാൻ ഒക്കത്തില്ല. അത് മെയിനായിട്ട് അവർ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരത് ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇരുന്നിരുന്നത്. അപ്പൊ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാര്യം ഇന്ത്യയിൽ നിന്ന് ഇപ്പം യൂറോപ്പിലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഈ മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് ടാക്സ് കാണത്തില്ല, പലതും സീറോ ഡ്യൂട്ടി ഒക്കെയാണ്. ചില 98% ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ ട്രേഡ് ഡീലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഗുണകരമായിട്ട് വരും യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ ആംഗിളിൽ തിങ്ക് ചെയ്യും. അതായത് ട്രഡീഷണൽ സെക്ടേഴ്സ്, പിന്നെ അതേപോലെയുള്ള ജെംസ് ആൻഡ് ജുവലറി, ലെതർ ഗുഡ്സ്, ടെക്സ്റ്റൈൽസ് ഇതൊക്കെ ഷുവർ ബെനിഫിഷ്യറീസ് ആണ്. ഇത് കൂടാതെ നമുക്ക് സീ ഫുഡിന് ഒരു വലിയ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. സീ ഫുഡിന് US ഒരു വലിയ മാർക്കറ്റായിരുന്നു, ചൈനയും ജപ്പാനും വലിയ മാർക്കറ്റായിരുന്നു. അതുപോലെ US പോലെ ഒരു വലിയ മാർക്കറ്റായിട്ട് ഇപ്പോൾ യൂറോപ്പ് ഇന്ത്യൻ സീ ഫുഡ് അതുപോലത്തെ ഉള്ള ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലുള്ളവർക്കും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. തിരിച്ച് നമുക്ക് ഇതിനപ്പുറത്തേക്കായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഡിഫൻസിന്റെ ബജറ്റ് കൂട്ടുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ അമേരിക്കയാണ് മേജർ സപ്ലയർ ആയിരുന്നത്. അമേരിക്ക നാറ്റോയിലൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ നാറ്റോ ഒക്കെ അവിടെ കാണുന്നു, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ആ ഒരു പോളിസി നിൽക്കുന്നിടത്തോളം കാലം ഇവർക്കൊക്കെ ഇപ്പോൾ വലിയ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് ശേഷം നാളെ അവർ ജർമ്മനി വരുമോ അല്ലെങ്കിൽ പോളണ്ടിൽ വരുമോ UK വരുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ട്. അങ്ങനെ ആ ഒരു പേടി നിൽക്കുന്നിടത്തോളം കാലം അവർ കൂടുതൽ എമൗണ്ട് അവർക്ക് സ്വന്തമായിട്ടൊന്നും കാര്യമായിട്ട് ഡിഫൻസ് ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു പല രാജ്യങ്ങളും. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഡിഫൻസ് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പല ഡിഫൻസ് എക്യുപ്മെന്റ്സും ക്വാളിറ്റി വൈസും കോസ്റ്റ് വൈസും വളരെ അട്രാക്റ്റീവ് ആണ് അവർക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് കുറേ നമ്മൾ ഇപ്പോൾ റാഫേൽ പോലുള്ള ജെറ്റ് പ്ലെയിൻസ് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ ഡിഫൻസിൽ മേടിക്കുന്നുണ്ടെങ്കിലും ചില പ്രൊഡക്റ്റുകൾക്ക് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ചില കമ്പനികൾക്ക് അത് മാർക്കറ്റ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഹലോ നമസ്കാരം. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFSലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം DBFSന്റെ MD ആൻഡ് CEO ആയിട്ടുള്ള പ്രിൻസ് ജോർജ് സാർ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? സാർ, എന്റെ പേര് സുധീഷ് എന്നായിരുന്നു, ചേർത്തലയിൽ നിന്നാണ്. ചേർത്തലയിൽ നിന്ന് സുധീഷ് അല്ലേ? പറയൂ. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാർ, നമ്മളിപ്പോ കഴിഞ്ഞ വർഷമായാലും നമുക്ക് ഇപ്പോ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പഹൽഗാം പോലെ ഒരു അറ്റാക്ക് ഒക്കെ വന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഡിഫൻസ് സെക്ടറിൽ എന്താണ് സാർ ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഡിഫൻസിൽ കൂടുതൽ അലോക്കേഷൻ ഒക്കെ ഇപ്പോൾ ഒരു പ്രഖ്യാപനമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളായിരിക്കും നമുക്ക് ഭാവിയിലോട്ട് നോക്കി വെക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്? ഈ പ്രോഗ്രാമിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നാളെ തീർച്ചയായിട്ടും കാണണം. കാരണം ഞങ്ങൾ ഈ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്തത്. എങ്കിലും താങ്കളുടെ ഇതിലേക്ക് പറയാം. ഡിഫൻസിൽ തീർച്ചയായിട്ടും അലോക്കേഷൻ കൂടുമെന്നാണ് പൊതുവെ ഇന്നലത്തെ എക്കണോമിക് സർവേ റിപ്പോർട്ട് വന്നതും സൂചിപ്പിക്കുന്നത്. ഡിഫൻസിലേക്ക് നമുക്ക് അലോക്കേഷൻ കൂട്ടണമെന്നുള്ളതാണ്. അപ്പം ബജറ്റിന്റെ ഒരു 10% എബോ അലോക്കേഷൻ ഡിഫൻസിനായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു വ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കമ്പനികളിലും പ്രത്യേകിച്ച് പബ്ലിക് സെക്ടറിൽ ഉള്ള ഡിഫൻസ് കമ്പനികൾ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, BEML പോലെയൊക്കെ ഉള്ള കമ്പനികൾക്കൊക്കെ തീർച്ചയായിട്ടും ഹയർ വർക്ക് ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൈവറ്റിലുള്ള ചില കമ്പനികൾക്കും തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും. കാര്യം ആ രീതിയിലാണ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പ്രോഗ്രാം വരുന്നത്. ഈ സമീപകാലത്ത് അവർ 80,000 crores പ്രൊക്യൂർമെന്റ് അനൗൺസ് ചെയ്തിരുന്നത്. അത് വളരെ ഡിവൈഡ് ചെയ്ത് എല്ലാ കമ്പനികൾക്കും അതിൽ നിന്ന് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വർഷമാണെങ്കിലും നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ. അപ്പോൾ നിങ്ങൾ ഈ ഡിഫൻസ് ഈ സ്റ്റോക്ക് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിനെ മാത്രം അതിന്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സെക്ടർ, ഒരു തീം അടുത്ത ഒരു 5 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ബജറ്റിലും അതിനൊരു മുൻഗണന കിട്ടാൻ ചാൻസ് ഉണ്ട്, ഹയർ അലോക്കേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കമ്പനികൾക്ക് കുറച്ചുകൂടി ഓർഡേഴ്സ് കിട്ടും, ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. അതിനപ്പുറമായിട്ട് ഈ പല കമ്പനികളിലും നടക്കുന്ന റിസർച്ച് ആക്ടിവിറ്റി, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് പല രാജ്യങ്ങളും നമ്മുടെ ഈ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും ഇവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും ആ സെക്ടർ പൊതുവെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ്. ഈ ബജറ്റിന് വേണ്ടി മാത്രം മേടിക്കാനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബജറ്റ് കഴിയുമ്പം പെട്ടെന്ന് 2 ദിവസത്തേക്ക് ചിലപ്പോൾ താന്നൊക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ന്യൂസ് വന്നു കഴിയും.
അപ്പോൾ അത് പ്രതീക്ഷിച്ച അത്ര ചിലപ്പം മാർക്കറ്റിലുള്ള ഒരു 15% അലോക്കേഷൻ പ്രതീക്ഷിച്ചപ്പം ചിലപ്പം ബജറ്റിൽ 12% വരത്തുള്ളൂ. പിറ്റേ ദിവസം സെൽ ഓഫ് വന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും അതിന്റെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള അലോക്കേഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകാതെ കുറച്ച് ലോങ് ടൈമിലേക്ക് തിങ്ക് ചെയ്താൽ ഒരു നല്ല ഒരു സെക്ടർ തന്നെയാണ് ഡിഫൻസ്. അതിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനികൾ 10-15ഓളം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നല്ല കമ്പനികളുണ്ട്. 1-2 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ശരി ഓക്കെ, ശരി സാർ. താങ്ക് യു. സർ, ഏതായാലും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ഉള്ള സമയമായിരിക്കുകയാണ്. അതിന് മുമ്പ് ഇനിയിപ്പോൾ വരുന്ന വീക്ക് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സ്റ്റേറ്റ് ആണ്. കാരണം ബജറ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് RBIയുടെ MPC യോഗം വരുന്നുണ്ട്. സോ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുമ്പോൾ ഒരു ഔട്ട്ലുക്ക് എന്താണ്? നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പർട്ടിക്കുലർ ഡേ വെച്ചിട്ട് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്രൊഡിക്ഷൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പലതും ന്യൂസ് ഡ്രിവൺ ആണ്. 2-3 കാര്യങ്ങളാണ് മാർക്കറ്റിന്റെ പ്രതീക്ഷയിലുള്ളത്. ഒന്ന്, ഒരു നല്ല ബജറ്റ് വരണം. 2, റിസർവ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഒരു 25 ബേസിസ് പോയിന്റ് കട്ട് ബജറ്റിന് ശേഷം വരണം. ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുക. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം. കറൻസിക്ക് സപ്പോർട്ടീവായിട്ടൊരു പോളിസി വരണം. നല്ലൊരു റിഫോം ഓറിയന്റഡ് ബജറ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ളതാണ് കാര്യം. ഇതിനോടൊപ്പം അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് വർക്കാകുകയും ഇപ്പോൾ ഇറാനും എതിരെയുള്ള അമേരിക്ക ഒരു നീക്കം നടക്കുന്നുണ്ട്. ഈ വീക്കെൻഡിലൊന്നും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ 1-2 ആഴ്ചത്തേക്ക് നിൽക്കുകയും ചെയ്താൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു റാലി ബജറ്റിന് ശേഷം ഉണ്ടാകും. അതിന് 2 കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ബജറ്റിനെ പറ്റി വലിയൊരു പ്രതീക്ഷയില്ല, പക്ഷെ ഇതെല്ലാം പോസിറ്റീവായിട്ട് വന്നാലേ റാലി ഉണ്ടാകും. 2-3 രീതി വരാം. ചിലപ്പോൾ ബജറ്റ് മോശമായിട്ട് വരാം, അങ്ങനെയാണെങ്കിൽ റാലി ഒന്നും ഉണ്ടാകത്തില്ല. ഈ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോൾ കുറച്ച് താഴേക്ക് വീണ്ടും ഒന്നുകൂടെ വന്നാൽ ലോ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഡെക്സിന്റെ ടെക്നിക്കൽ പൊസിഷൻ പറയുകയാണെങ്കിൽ FIs ആയിട്ടുള്ള ആളുകൾ മാസീവ് ഷോർട്ടായിട്ടാണ് ഇൻഡെക്സിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഡേറ്റ ഒക്കെ പറയും. 88% ഷോർട്ടാണ്. പക്ഷെ ഡൊമസ്റ്റിക് ആളുകൾ നന്നായിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ലോങ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ഈ മാർജിൻ മണി ഉപയോഗിച്ചിട്ട് MTF ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെയും കുറെ പൊസിഷൻസ് ഉണ്ട്. പക്ഷെ ബജറ്റിന് വേണ്ടിയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ മേടിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ ന്യൂസ് പോസിറ്റീവായിട്ട് വരികയും ബജറ്റ് പോസിറ്റീവായിട്ട് വരികയും ചെയ്യുന്നതാണ് മാർക്കറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് സിനാറിയോ. ആ കേസിൽ മാർക്കറ്റ് ഇപ്പോഴത്തെ 25,300 നിഫ്റ്റി ലെവലിൽ നിന്ന് അടുത്ത ആഴ്ചയിൽ ചില സമയത്ത് ഒരു 26,000 ലെവലിലേക്കൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു വോൾട്ടേ ഹൈ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇൻഡെക്സിൽ. പിന്നെ ന്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ 24,500 വരെയുള്ള ഒരു ഡൗൺവേർഡ് റിസ്ക് ആണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഹെവി ആയിട്ടുള്ള ഡൗൺവേർഡ് റിസ്ക് ഉണ്ടാകത്തില്ല. കാര്യം ചില സെക്ടേഴ്സും ചില സ്റ്റോക്കുകളും ഒക്കെ നല്ല പെർഫോമൻസ് ആണ്. ഓൾറെഡി തന്നെ മാർക്കറ്റിൽ അതൊക്കെ ബീറ്റൻ ഡൗൺ ആയതുകൊണ്ട് മാർക്കറ്റ് അതിനപ്പുറം വിട്ട് ഒരു വലിയ സെൽ ഓഫിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. മാർക്കറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ റേഞ്ച് 24,500 ലോവർ സൈഡിലും 26,300 400 ഹയർ സൈഡിലുമായിട്ടാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ബജറ്റ് ഡേയിലെ മാത്രം ട്രേഡിങ് നോക്കിയാൽ നമുക്കറിയാം. ബജറ്റ് ഡേയിൽ ഇപ്പം ഞായറാഴ്ചയാണ് ബജറ്റ്, അന്നും ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 50 പോയിന്റ്സ് ഹയർ ആണെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ പലപ്പോഴും ഒരു 300 പോയിന്റ് കയറാൻ 200 പോയിന്റ്, ഒരു 1-2% ആണ് മൂവ്മെന്റ് ബജറ്റ് ഡേയിൽ സാധാരണ രീതിയിലുണ്ടാകും. എന്നാൽ അപൂർവം ചില റിഫോം ബജറ്റുകളൊക്കെ അവതരിച്ചപ്പം ഒരു 1 സൈഡഡ് ആയിട്ട് 3-4% വരെയൊക്കെ മൂവ്മെന്റ്സ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് ഞാൻ എടുത്തൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഒരു 2% ഇൻഡെക്സ് മൂവ്മെന്റിനുള്ള പ്രോബബിലിറ്റിയാണ് മാക്സിമം ഉണ്ട്. അതായത് ഒരു 400 to 500 പോയിന്റ്സ് നിഫ്റ്റിയിൽ മാക്സിമം അപ്വേർഡോ ഡൗൺവേർഡോ വരാം. എന്ന് പറഞ്ഞാൽ 24,900 അല്ലെ 25,600-700 നോർമൽ രീതിയിൽ നിൽക്കേണ്ടത്. അത് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബജറ്റ് അതുപോലെ മോശമായിരിക്കണം, അല്ലെങ്കിൽ ബജറ്റ് അതുപോലെ റിഫോം ഓറിയന്റഡ് പോസിറ്റീവ് ആയിരിക്കണം. ഇത് സംഭവിച്ചാൽ അതിന് അപ്പുറത്തേക്കുള്ള ഒരു മൂവ്മെന്റിനുള്ള സ്കോപ്പ്. പൊതുവെ പറയുകയാണെങ്കിൽ 25-നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് 26 വരാം. കാര്യം ഇനിയിപ്പം ബെറ്റർ കമ്പനികളും റിസൾട്ടുകളും ലാസ്റ്റ് ക്വാർട്ടർ ആണല്ലോ. ഈ ക്വാർട്ടറിൽ ഉറപ്പായിട്ട് സെയിൽസും ഒക്കെ കൂടും, ബിസിനസ്സും ഒക്കെ എല്ലാവർക്കും കൂടും. അപ്പോൾ Q4 ഇപ്പോൾ ഒരു ജാനുവരി മാസം തീരെയാണ്. ഈ ഫെബ്രുവരി മാർച്ച് 2 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും റിസർവ് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്താൽ എക്കണോമിയിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ട്രൈ ചെയ്യും. കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം അവർ എന്നാലും ട്രൈ ചെയ്യും. അതുപോലെ മാസീവായിട്ട് ഫോറിൻ ഔട്ട്ഫ്ലോസ് വരുന്നതുകൊണ്ടും കറൻസി വീക്ക് ആവുന്നതുകൊണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ടാക്സസ്, താങ്കൾ ടാക്സസിന്റെ കാര്യമാണ് മുമ്പ് ഇടയ്ക്കൊന്ന് ചോദിച്ചത്, ടാക്സസിനകത്ത് വേറെ പേഴ്സണൽ ഇൻകം ടാക്സ് ലെവലിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇനി വരുത്താനുണ്ടെങ്കിലും ഈ കോർപ്പറേറ്റ് ടാക്സിലും ചേഞ്ചസ് വരത്തില്ല. പക്ഷേ ഈ ക്യാപിറ്റൽ ഗെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സസിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വരുത്തുന്നതിൻ്റെ ഒരു ഇറിറ്റേഷൻ ആളുകൾക്കുണ്ട്. അതിലൊരു പ്രഡിക്റ്റബിലിറ്റി ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്.
എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം ആംഗിൾ നോക്കുകയാണെങ്കിൽ ചിലർ പറയുന്നു ക്യാഷ് മാർക്കറ്റിന്റെ STT കുറയ്ക്കുകയും ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ STT കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പ്യുവർ സ്പെക്കുലേഷൻ ആണ്. എനിക്കറിയില്ല, അതൊക്കെ മാർക്കറ്റിൽ ആളുകൾ പറയുന്നതാണ്. എന്താണെന്നുള്ള ഞായറാഴ്ച കാത്തിരുന്ന് കാണാം. ഓക്കെ സർ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഏതായാലും ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇവിടെ എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFSന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളോ ഒപ്പം തന്നെ നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ഈ പ്രോഗ്രാമിലൂടെ DBFSലെ എക്സ്പേർട്സുമായിട്ട് ചോദിക്കാവുന്നതാണ്. ആ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജായി ഞങ്ങൾക്ക് അയച്ചാൽ മതി.